അമ്മ എല്ലാവരെയും ആൻറ്റി അറിയിപ്പിച്ചോ. ലാസ്റ്റ് ഘട്ടമാണ് ഇത്. 11 മണിയായപ്പം എന്നെ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, മോൻ അങ്ങ് വയറ്റുവേദനയും തീരെ കുഞ്ഞിന് വയ്യ, അതുകൊണ്ട് പെട്ടെന്ന് വന്ന് കുഞ്ഞിനെ വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. മോനെ കുറച്ച് കഴിഞ്ഞപ്പം ഇവളെ വിളിച്ച് പറഞ്ഞു, ഇവക്ക് ഇതുപോലെ മോക്കും വയ്യ, കുഞ്ഞിനെയും വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അമ്മ ഒരു കാര്യം കുഞ്ഞ് ഭയങ്കര സീരിയസാ, BP കിട്ടുന്നില്ല, കുഞ്ഞ് ഭയങ്കര ഒരിതാ, കുഞ്ഞിങ്ങനെ ഇരിക്കുന്നതെങ്കിലും ഫുൾ ടൈം ഡോക്ടേഴ്സ് ഉള്ള ഒരു ആശുപത്രി കുഞ്ഞിനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും, കുഞ്ഞിനെ അഡ്മിറ്റ് ഇവിടെ ആക്കാൻ പറ്റത്തില്ല. അമ്മ എല്ലാവരെയും ആൻറ്റി അറിയിപ്പിച്ചോ. ലാസ്റ്റ് ഘട്ടമാണ് ഇത്. ഞങ്ങൾ നോക്കട്ടെ. എനിക്ക് ഒത്തിരി ഉപ്പ് ഇടിപ്പിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ പോകും, കുഞ്ഞിന് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ഒന്നും കാണല്ലേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു കുഞ്ഞിന് വേണ്ടി. പക്ഷേ ആ ലാസ്റ്റത്തെ അതിൽ നോക്കിയപ്പോൾ പറഞ്ഞു, എന്തിനാ നിങ്ങൾ വന്നത്? കുഞ്ഞിന് അങ്ങനെ ഒരു കാര്യമേ എൻ്റെ അകത്തില്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. നമ്മൾ കേൾക്കാൻ പോകുന്നത് മരിച്ചു പോകുമെന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് കടന്നുപോയ ഒരു കുഞ്ഞു മകളെ ദൈവം ജീവനിലേക്ക് നടത്തിയ ഒരു അസാധാരണമായ സാക്ഷ്യമാണ്. അത്ഭുത വിടുതലുകളാണ്. പ്രത്യേകിച്ച് 2 കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ സാക്ഷ്യം പറയാനായിരിക്കുന്നു. ജോയലും ജോയന്നയുമാണ്. അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അസാധാരണമായ കാര്യമാണ്. ICUവിൽ അഡ്മിറ്റഡ് ആകുന്ന വിധത്തിൽ ശാരീരികമായ അനേക പ്രയാസങ്ങൾ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ദൈവം കൊടുത്ത വിടുതലുകൾ നമ്മൾ കേൾക്കാനായി പോകുന്നു. ആൻറ്റി പറഞ്ഞാട്ടെ, ആൻറ്റിയുടെ പേരെന്താണ്? ഗിരിജ. ഈ കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം പറയാനാണ് ആൻറ്റി ആയിരിക്കുന്നത്. എന്റെ അനന്തരത്തിയുടെ മക്കളാണ് ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ പെങ്ങളുടെ പിള്ളേരെ ഇവർ രണ്ടുപേരും. അപ്പം ഇവരുടെ അമ്മ അങ്ങ് ബ്ലാങ്കൂർ ജോലിയാ. അപ്പൊ ഞങ്ങളുടെ കൂടെ മക്കൾ ഇവിടെ നിൽക്കുന്ന മോൻ 5ാം ക്ലാസ്സിൽ ഇവിടെ പഠിക്കുന്നു. ഇവർ രണ്ടുപേരും നമ്മുടെ ചർച്ചിലാകുമ്പോൾ ഞങ്ങളുടെ കൂടെ. അപ്പം ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു ദിവസം രണ്ടുപേരെയും മോള് ബാലവാടിയിൽ പോയി, ഈ മോന് സ്കൂളിലും പോയി ഇരുന്ന സമയത്ത് ഒരു 11 മണിയായപ്പം എന്നെ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, മോൻ അങ്ങ് ഭയങ്കര വയറ്റുവേദനയും തീരെ കുഞ്ഞിന് വയ്യ, അതുകൊണ്ട് പെട്ടെന്ന് വന്ന് കുഞ്ഞിനെ വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു മോനെ. അപ്പം മോനെ ഞങ്ങൾ അപ്പോഴത്തേനെ ഓട്ടോ പറഞ്ഞു വിട്ട് കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഇവളെ വിളിച്ച് പറഞ്ഞു, ഇവക്ക് ഇതുപോലെ മോക്കും വയ്യ, കുഞ്ഞിനെയും വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം രണ്ടുപേരെയും കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ മോൻ അപ്പോഴത്തേന് പെട്ടെന്ന് മോൻ അങ്ങ് കുഴപ്പമില്ല മോന്. അപ്പം മോക്ക് പിന്നെയും അങ്ങ് മോളങ്ങ് വയറിളകുകയും ഛർദ്ദിക്കുകയും കൂടെ മോളങ്ങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാലക്കര ഹോസ്പിറ്റൽ, ഞങ്ങളുടെ അടുത്തൊരു മാലക്കര പ്രൈവറ്റ് ശാരീരിക അസ്വസ്ഥത കാരണം സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് എന്തൊക്കെ അസ്വസ്ഥത ഉണ്ടായിരുന്നു ഒന്നുകൂടെ പറയാമോ? വയറ്റിളക്കവും ഛർദിലുമാണ് ഉണ്ടായിരുന്നത്. മോൻ അങ്ങ് കുറഞ്ഞു. അപ്പൊ മോക്ക് അങ്ങോട്ട് നിൽക്കുന്നില്ല. അപ്പം ഞങ്ങൾ മാലക്കര ആശുപത്രിയിൽ മോളെ കൊണ്ടുപോയി അല്പത്തിന് വൈകിട്ട് ഞങ്ങൾ മോളെ കൊണ്ടുപോയപ്പം അവർ പറഞ്ഞു പീഡിയാഷൻ ഇല്ല, നാളെ വന്ന് പീഡിയാഷനെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് കാണിക്കും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അവിടെ രാത്രിയിലും കുഞ്ഞ് ഭയങ്കര വയ്യ. അപ്പം പിന്നെ ഞങ്ങൾ രാവിലെ പീഡിയാഷനെ കാണിക്കാനായിട്ട് ഞാൻ കൊണ്ടുപോയി. കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പം കുഞ്ഞിന് BP കുറവാ, കുഞ്ഞിന് എല്ലാം കുഞ്ഞിനങ്ങ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഉടനെ അവർ ICU കുഞ്ഞിനെ കയറ്റി കഴിഞ്ഞിട്ട് ഒരു 2 മണി വരെയും കുഞ്ഞിനെ അതിൻ്റെ അകത്തേക്ക് കിടത്തി അവിടെ മാലക്കര കിടത്തി കഴിഞ്ഞിട്ട് അവർ ഒത്തിരിയൊക്കെ നോക്കിയിട്ട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ മാമിയാ ഞാൻ. എന്ത് അമ്മയും അച്ഛനും ഒക്കെ എന്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മ ഇവിടെ ഇല്ല, അമ്മ പോയി ജോലിയില്ല, അച്ഛൻ ജോലിക്ക് പോയേക്കുവാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, അമ്മ ഒരു കാര്യം കുഞ്ഞ് ഭയങ്കര സീരിയസാ, കുഞ്ഞിന് BP കിട്ടുന്നില്ല, കുഞ്ഞ് ഭയങ്കര ഒരിതാ, കുഞ്ഞിങ്ങനെ ഇരിക്കുന്നതെങ്കിലും. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കുഞ്ഞിങ്ങനെ ഇരിക്കുന്നതിലും കുഞ്ഞിന് തീരെ വയ്യ, അതുകൊണ്ട് എപ്പോഴും ഫുൾ ടൈം ഡോക്ടേഴ്സ് ഉള്ള ഒരു ആശുപത്രി കുഞ്ഞിനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ ഞാൻ അവളോട് എപ്പോഴും അവളെ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് പറഞ്ഞിട്ട് ഇവള് നല്ല നോർമലായിട്ട് ഇവളിരിക്കുക. പക്ഷെ ഡോക്ടർമാർ പറയുന്നത് അമ്മ ഇവിടെ കുഞ്ഞിൻ്റെ ഇതൊന്നും അമ്മ നോക്കരുത്, കുഞ്ഞ് സീരിയസ് അല്ല, കുഞ്ഞ് പൊക്കോണ്ടിരിക്കുന്നത്, കുഞ്ഞിനെ പെട്ടെന്ന് എവിടെയെങ്കിലും ഫുൾ ടൈം ഡോക്ടേഴ്സ് ഉള്ളിടത്ത് വേണം കുഞ്ഞിനെ കൊണ്ടുപോകാനെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നോക്കി ഇപ്പോൾ എവിടെയാണ് കൊണ്ടുപോകുന്നത്. അപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട്. അപ്പോൾ ഈ കുഞ്ഞിനെ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ പുഷ്പഗിരിയിൽ ആശുപത്രിയിലോട്ട്, ഇവിടെ തിരുവല്ല പുഷ്പഗിരി ആശുപത്രി നമുക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ആംബുലൻസ് നമുക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ കുഞ്ഞിന് ഇതുപോലെ സീരിയസാ, കുഞ്ഞിനെ അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം അന്നേരം ഇവിടെ അടുത്തുനിന്ന് തന്നെ ഒരു ആംബുലൻസുകാർ അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവർ പോയി. അപ്പം നമുക്ക് ആംബുലൻസ് ഇല്ല.
അപ്പം ഞാൻ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഓട്ടോ വിളിച്ച് പറഞ്ഞിട്ട് ഒരു ഓട്ടോ എളുപ്പം വാ കുഞ്ഞിനെ ഇതുപോലെ ഇവിടെ കൊണ്ടുപോകാനാണ്. ഹോസ്പിറ്റലിൽ പോയപ്പോ എന്താ പറഞ്ഞേ? ആശുപത്രി ചെന്നപ്പം അവിടെ ചെന്നപ്പോൾ അവർ നോക്കിയിട്ട് അവരും പറഞ്ഞു പറ്റത്തില്ല, എല്ലാവരും അറിയിപ്പിച്ചോ, കുഞ്ഞിന് തീരെ സീരിയസാ, അവിടെ പറഞ്ഞു. പുഷ്പേരി ആശുപത്രിയിലും പറഞ്ഞു കുഞ്ഞിനെ ഇതുപോലെ അവർ 5 ദിവസത്തോളം കുഞ്ഞിനെ അതിൻ്റെ അകത്ത് കിടത്തി. അപ്പോൾ കുഞ്ഞിനെ നോക്കിയിട്ട് അവിടെ ഇവിടെ എല്ലാം കുഞ്ഞിനെ നോക്കിയിട്ടൊന്നും കുഞ്ഞിനെ ട്രിപ്പിടാനും ഒന്നും പറ്റത്തില്ല. പറ്റാതെ എന്നപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ എല്ലാവരെയും ആൻറ്റി അറിയിപ്പിച്ചോ, ഇത് മോടെ അച്ഛനും ഒക്കെ അമ്മ എന്ത് ചെയ്യും. അപ്പോൾ ഇവിടെ അമ്മയെ വിളിപ്പിച്ചു, അമ്മയും വന്നു. അപ്പോൾ കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ ഒന്നോടെ നോക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇതെടുത്തിട്ട് ലാസ്റ്റ് ഘട്ടമാണ് ഇത്, ഞങ്ങൾ നോക്കട്ടെ. എനിക്ക് ഒത്തിരി ഉപ്പ് ഇടിപ്പിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ കുഞ്ഞു പോകും, കുഞ്ഞിന് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ മാസം നമ്മുടെ ആ 2-ാം തീയതി ഞങ്ങളിവിടെ വരാനായിട്ടെല്ലാം നമ്മുടെ മീറ്റിംഗ് അല്ലേ, അപ്പം 2-ാം തീയതി വരാനായിട്ട് ഞങ്ങളിങ്ങനെ ഇന്നിപ്പം 2-ാം തീയതി ഞങ്ങൾ ആശുപത്രിയിൽ പുഷ്പേരി. അപ്പം ഞങ്ങൾ ഇവിടെ പറഞ്ഞ ആൻറ്റി, സോളി ആൻറ്റിയോട് പറഞ്ഞ ആൻറ്റി എന്നോട് വിളിച്ചൊന്ന് കാണിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അന്നേരം 2-ാം തീയതി ബദർ അവിടെ അന്നേരം തന്നെ ഇവിടെ വെച്ച് തന്നെ വോയിസ് കോളിട്ട് കാണിച്ചു, പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ കുഞ്ഞിന് പരിപൂർണ സൗഖ്യമായി. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്, കുഞ്ഞിന് സൗഖ്യമായി. ആദ്യം ഒരു ആശുപത്രി പോയി. ആദ്യം ഏത് ഹോസ്പിറ്റലായിരുന്നു കാണിച്ചേ? ആദ്യം മാലക്കര ആശുപത്രി, അവരവിടെ നിന്ന് തള്ളി കുഞ്ഞിനെ. അത് കഴിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി പുഷ്പഗിരി ആശുപത്രി. പുഷ്പഗിരിയിലും കുറച്ച് ദിവസം ഐസിയുവിൽ കിടന്നു. ഐസിയുവിൽ കഴിഞ്ഞ 5 ദിവസം കിടന്നു കുഞ്ഞ്. 5 ദിവസം അവിടെ കിടന്നോണ്ടിരിക്കുമ്പോഴാണ് ഈ മോന് പെട്ടെന്ന് അവനും പിന്നെ പെട്ടെന്ന് വയ്യാതെ വന്നു. മോനും വയ്യാതെ, കുഞ്ഞിന് വയ്യാതെ വന്നു. അപ്പോൾ കുഞ്ഞിനെ പിന്നെ പെട്ടെന്ന് കോഴിഞ്ചേരി ആശുപത്രിയിൽ കൊണ്ടുപോയി, വയറുവേദനയായി. അപ്പോൾ കോഴിഞ്ചേരി ആശുപത്രി കൊണ്ടുപോയി പറഞ്ഞ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഇപ്പം പറഞ്ഞ അപ്പൻഡിക്സിൻ്റെ അസുഖം മോനെ, അതുകൊണ്ട് പൊട്ടും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടുന്ന് പിന്നെ ഞങ്ങൾ വേറൊരു ആശുപത്രി കൊണ്ടുപോയി. അവിടെയും കൊണ്ടുപോയപ്പോഴും അവരും അത് പറഞ്ഞു. പിന്നെയും ഞങ്ങൾ പറഞ്ഞ് 2 പേരും കൂടെ ഒരാശുപത്രി കിടക്കട്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുഷ്പഗിരി ആശുപത്രി കുഞ്ഞിനെ കൊണ്ടുവന്നു. കുഞ്ഞിനെ കൊണ്ടുവന്ന് അവിടെ ഇതെല്ലാം സ്കാനിങ് എല്ലാം ചെയ്തപ്പം പറഞ്ഞു കുഞ്ഞിന് ഇവനും സീരിയസാ, അതുകൊണ്ട് കുഞ്ഞിന് ഇപ്പം പൊട്ടും, മകൻ അപ്പൻഡിസൈറ്റിസ് ആണ്. പൊട്ടും, പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും, കുഞ്ഞിനെ അഡ്മിറ്റ് ഇവിടെ ആക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പൈസയുടെ കാര്യം കൊണ്ടാണെങ്കിൽ പേടിക്കേണ്ട, ഞങ്ങൾ എങ്ങനെയും ഇറക്കിക്കോളാം, അതിന് പേടിക്കേണ്ട. കുഞ്ഞിനെ ഇവിടെ അങ്ങ് ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ കോട്ടയം വരെ കുഞ്ഞിനെയും കൂടി അങ്ങ് പോകാൻ ഇല്ല, അവിടെ ഇവിടുത്തെ ചികിത്സ ഒന്നും പറ്റത്തില്ല, കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയാലേ കോട്ടയം മെഡിക്കൽ കോളേജിൽ എല്ലാം ഉണ്ട്, അവിടെ ചെന്നാലേ പറ്റത്തുള്ളൂ. ഇവിടെ തന്നെ കുഞ്ഞിനെ ആംബുലൻസിൽ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കിടക്കുക, പുഷ്പഗിരി കിടക്കുക. ഈ കുഞ്ഞിനെയും കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം 2-3 സ്കാനിങ് ചെയ്തപ്പോഴെല്ലാം അതിൻ്റെ അകത്തിലെല്ലാം ഇതുണ്ട്. ലാസ്റ്റ് ഞങ്ങളും പ്രാർത്ഥിച്ചു, നമുക്ക് പ്രാർത്ഥിക്കാവുന്നതല്ലേ ഉള്ളൂ. കുഞ്ഞിൻ്റെ ദേഹത്ത് കത്തി വെക്കരുത് ഞങ്ങളപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ 10 വർഷമായി ഞങ്ങൾ ചർച്ച ചേറിയിട്ട്. കുഞ്ഞിന് പാലില്ലായിരുന്നു, പ്രസവിച്ച് കഴിഞ്ഞ് പാലില്ലായിരുന്നു കുഞ്ഞിന്. ജോൺ ബദർ ഇതുപോലെ ടി വി കണ്ട് ഞങ്ങൾ വന്നതാ. അപ്പൊ ടി വി കൂടെ ജോൺ ബദർ പറഞ്ഞു പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്താണ് കുഞ്ഞിനെ സംഭവിച്ചത്. അത് അപ്പം നോക്കിയപ്പോൾ കുഞ്ഞിന് ലാസ്റ്റ് വന്നിട്ട് പറഞ്ഞു ഒരു സ്കാനുകൾ ചെയ്യാവുന്ന വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇതിൻ്റെ അകത്ത് ഒന്നും കാണല്ലേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു കുഞ്ഞിന് വേണ്ടി. പക്ഷേ ആ ലാസ്റ്റത്തെ അതിൽ നോക്കിയപ്പോൾ പറഞ്ഞു എന്തിനാ നിങ്ങൾ വന്നത്, കുഞ്ഞിന് അങ്ങനെ ഒരു കാര്യമേ എൻ്റെ അകത്തില്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല, ഒന്നുമില്ല. 3-4 ആശുപത്രി കുഞ്ഞിനുണ്ടെന്ന് പറഞ്ഞതാ. പക്ഷേ ലാസ്റ്റ് കുഞ്ഞിന് അത് ഇല്ലെന്ന് പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പം 2-ാമത്തെ ദിവസം കുഞ്ഞു വീട്ടിൽ വന്നു. ഇതൊരു അത്ഭുത സൗഖ്യമാണ് 2 കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഏറെക്കുറെ ഒരേ സമയത്ത് മകൾ ആശുപത്രിയിലാവുന്നു. അവൾക്ക് വയറ്റിളക്കവും ഷർദിലും ഒക്കെ പ്രയാസത്തോടെ ആകുന്നു. BP താഴെ പോകുന്നു. കുഞ്ഞിന് ജീവൻ പോലും തിരിച്ചു കിട്ടത്തില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. അതേസമയം അപ്പുറത്ത് മകൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ അല്ലേ, കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകുന്നു. പല ഹോസ്പിറ്റലും കാണിച്ചിരുന്നു. അപ്പൻഡിസൈറ്റിസ് വളരെ സിവിയറായി. ഈ പ്രായത്തിലെ കുഞ്ഞുങ്ങൾക്ക് അപ്പൻഡിസൈറ്റിസ് വന്നാൽ നമുക്ക് മനസ്സിലാവും അത് പഴുത്ത് പൊട്ടുക എന്നൊക്കെ, അല്ലെങ്കിൽ ആ വിധത്തിലാകുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. എന്നാൽ ഈ കുടുംബം 2 വിഷയത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ തിരുവല്ല മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ജോൺ ബ്രദറിനെ വരാൻ പറ്റിയില്ല. പക്ഷേ ഐസിയുലായിരിക്കുന്ന സമയത്ത് ഫോണിലൂടെ പ്രാർത്ഥിച്ചു. എന്നാൽ അത്ഭുതകരമായൊരു വിടുതൽ മകളുടെ ജീവിതത്തിൽ ഉണ്ടായി. തീർന്നില്ല, മകന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഇത് അസാധാരണമായ സൗഖ്യമാണ്. കിട്ടത്തില്ലെന്ന് പറഞ്ഞ മോളാണ് ഇന്ന് ആരോഗ്യത്തോടെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതുപോലെ അപ്പൻഡിസൈറ്റിസ് സർജറി വേണമെന്ന് പറഞ്ഞ മകന് ഓപ്പറേഷൻ കൂടാതെ അപ്പൻഡിസൈറ്റിസ് നോർമലിലേക്ക് കടന്നു വന്നു. അസാധാരണമായ ഒരു അത്ഭുതമാണ്
ജോയൽ എന്ന മോന്റെ ജീവിതത്തിലും ജോയന്ന എന്ന ഈ മകളുടെ ജീവിതത്തിലും കർത്താവ് ചെയ്തത്, അവന്റെ പ്രവർത്തികൾ ഇന്നും തീർന്നു പോയിട്ടില്ലെന്നേ. വിശ്വസിക്കുന്നവന് വേണ്ടി അവൻ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മരിച്ചു പോകുമെന്നൊരു പക്ഷെ ലോകം പറയാം, ഡോക്ടേഴ്സ് പറയാം, പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം അവർ കാണിച്ചു, പുഷ്പഗിരി ആശുപത്രി കാണിച്ചു, കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ചു, നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് എൻ്റെ യേശു ഒരു അത്ഭുതം ചെയ്തു. ജീസസ് വേൾഡിലൂടെ അഭിഷിക്തനിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ അസാധാരണമായൊരു വിടുതൽ സംഭവിച്ചു. ഇന്ന് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാനായി പോകുന്നു. അതുകൊണ്ട് ഉറപ്പുള്ളവർ ഈ സാക്ഷ്യത്തിനായി കരങ്ങൾ അടിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ.